പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്, ജാഫ്രിക്ക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അർജുൻ അശോകൻ, പിന്നെ മാളവിക, ദേവിക, സൈലക്സ് ബായ്, പിന്നെ ഏറ്റവും അധികം നമ്മൾ ആദരിക്കുന്നത് ഒരു പുതിയ നായകൻ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ ശരിക്കും പറയട്ടെ, നായക ദാരിദ്ര്യം ഉണ്ട് കേട്ടോ ഇവിടെ. ഉണ്ട് ഡേറ്റ് കിട്ടുന്നില്ല എന്ന് എല്ലാരും പറയും. എനിക്ക് ഒരു കുഴപ്പമില്ല, അത് എന്നോട് ചോദിക്കുന്നുണ്ടോ? അത് ഞാൻ ഇപ്പൊ മഞ്ജു പറഞ്ഞ മോശമായി പോയി. അച്ഛന് അർജുന അശോകനെ ഇവിടെ ഇരുത്തിയിട്ട് നായക ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല, നായക ദാരിദ്ര്യം ഉണ്ടെന്ന് എന്നാലും പറയും. കാരണം അപ്പൊ നായകനല്ലേ? നായകനാണ്, പക്ഷെ ഡേറ്റ് കിട്ടുന്നില്ല ആർക്കും. ഏതായാലും എല്ലാവരും ബിസിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ, നായികമാരും നായകന്മാരും ഒക്കെ. അപ്പൊ പുതിയ പുതിയ ആൾക്കാർ കടന്നു വരുന്നത് എല്ലാവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് മുബിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ റാഫിക്കയുടെ മോനാണ് എന്തേ ഇത്ര വൈകി വരാനെന്ന് നമ്മളിൽ പലരും ഈ ഒരു പ്രോജക്റ്റ് ഓണായപ്പോ തോന്നിയിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഒരു നല്ല കാര്യം നടക്കുകയാണ് ഇവിടെ. അപ്പോൾ 31-ാം തീയതി നമ്മുടെ പടം റിലീസ് ആകുകയാണ്. തിയേറ്ററുകളിലേക്ക് കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ചിത്രത്തിന്റെ വിശേഷങ്ങളും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഷൂട്ടിങ്ങിനിടയിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രതീക്ഷകളാണ് നമുക്ക് ഈ സിനിമ തരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയത്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും അറിയാനുണ്ടാവും, ഞങ്ങൾക്കും പറയാനുണ്ടാവും. നമുക്കതിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നാദിർഷയ്ക്ക്, ഇക്കയാണ് എൻ്റെ ഡയറക്ടർ, അദ്ദേഹവും റാഫിക്കയും കൂടെ ഒന്നിക്കുന്ന ആദ്യത്തെ മലയാള സിനിമയാണ്. മലയാളം അല്ല, സിനിമ തന്നെയാണ്. അപ്പൊ അതും വളരെയധികം സന്തോഷമാണ്. ഓക്കെ ഇക്ക, നമുക്ക് സംസാരിക്കാം. അതെ, എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷം. കാരണം ഇത്രയും നമുക്ക് വേണ്ടി, നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ക്യാമറകളൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഇതൊരു കൊച്ചു സിനിമയാണ്. പുതിയ, നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ പുതിയ നായകന് മുബിൻ റാഫി, പിന്നെ നമുക്ക് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു നായകൻ അർജുൻ അശോകൻ, പിന്നെ ജാഫർ. നിന്റെ പേര് പറയും, നീ നായകനാണല്ലോ ഇപ്പോൾ പല പടത്തിലും ഉണ്ട്. നായകൻ ജാഫർ, പിന്നെ ദേവിക സഞ്ജയ്. ഒരുപാട് നമ്മൾ ഇഷ്ടമുള്ള കുട്ടികളിൽ ഒരാൾ, അതായത് മകൾ, പിന്നെ ഞാൻ പ്രകാശൻ ഫസ്റ്റ് പടം. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് സുപരിചിതയായ കുട്ടിയാണ്. പിന്നെ മാളവിക ഒരുപാട് സിനിമകളിൽ, നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഇത് കലന്തൂർ സാറ്. ശരിക്കും നേരത്തെ മഞ്ജു പറഞ്ഞ പോലെ ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ അതിന് പൈസ മുടക്കാൻ ആൾ വേണം. അത് നല്ല രീതിയിൽ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമയ്ക്ക് വേണ്ട, സിനിമ കൊച്ചാണെങ്കിലും നല്ല കാശലുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങളുടെ കൂടെ നിന്ന്, കട്ടക്ക് നിന്ന് ഇപ്പോഴും എന്തിനും കൂടെ നിൽക്കുന്ന ഒരു നല്ലൊരു പ്രൊഡ്യൂസർ കലന്തൂർ സാറ്. അതെ, സാർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പക്ഷെ അതിൽ ഈ ഡ്രസ്സിനുള്ളിൽ ഒരു കലാകാരനുണ്ട് എന്ന് അല്ല കണ്ടെത്തി അല്ലേ. അപ്പോൾ അത് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ സൈലക്സ്, ഞാനിതിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഈ താരങ്ങളല്ലാത്ത ആളെ പരിചയപ്പെടുത്തി എന്നുള്ളൂ. സൈലക്സ് ശരിക്കും പറഞ്ഞാൽ സൈലക്സിന് സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട്, സൈലക്സ് ഒരുപാട് നല്ല സിനിമകളുടെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. നമ്മുടെ 2018 എന്ന് പറയുന്ന സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച സിനിമകളുടെ തന്നെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 3 വർഷം. അതെ. അപ്പം സൈലക്സ് സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് റാഫിക്ക എഴുതിയ ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ സൈലക്സ് ആണ് അത് ഇങ്ങനെ നമ്മളുടെ ഇങ്ങനെ ഒരു ടീമിലേക്ക് നമ്മൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കുറച്ചുകൂടി ശ്രദ്ധിക്കപ്പെട്ട് അത് വരും എന്ന് പറഞ്ഞിട്ട് സൈലക്സിൻ്റെ ഒരു മനസ്സുകൂടി ഉണ്ട്. സാധാരണ ഇതിൽ ഒരവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പെട്ടെന്ന് അങ്ങനെ സമ്മതിക്കുന്നില്ല. ആരെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയറക്ടറാകാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ സൈലക്സിനെ പരിചയപ്പെടുന്ന സൈലക്സിന് താങ്ക്സ്. പിന്നെ എന്താ പറയുക, ഈ സിനിമ റാഫി നാദിർഷ എന്ന് പറയുന്ന, ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞാണ്. ഭയങ്കരമായിട്ടുള്ളൊരു പൊട്ടിച്ചിരി, അതായത് റാഫിക്കയുടെ സിനിമകൾ കണ്ട് വളർന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ.
ഒരുപാട് നല്ല കോമഡി സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആ റാഫിക്കയുടെ സ്ക്രിപ്റ്റിൽ പിന്നെ കുറച്ച് കോമഡി എന്ന് പറയുന്ന സിനിമകളും പിന്നെ എൻ്റെതായ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ആളാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിക്കുമ്പോൾ അത് ആദ്യം തൊട്ട് അവസാനം വരെ പൊട്ടിച്ചിരിക്കുന്ന ഒരു സിനിമയല്ല ഇത്. അത് ആദ്യമേ പറയുകയാണ്. കാരണം ഇതൊരു ഡിഫറെൻറ്റ് ജോണർ സിനിമയാണ്. ചിരിക്കാനുള്ള ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിരിക്കാനുള്ള ഉണ്ട്. കാരണം ആദ്യമേ ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഹ്യൂമർ എന്ന് പറയുന്നത് നിന്റെ ബാക്കിയുള്ള ആൾക്കാർ പറയട്ടെ കണ്ടിട്ട്. ഞാനത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് വിചാരിച്ചത്. പക്ഷെ നീ അത് കോമഡി ആക്കിയത്. നീ കഥ പറയല്ലേ അടച്ചോർത്തിട്ട്. ആ മഴ തന്നെ ഞാൻ അഭിനയിച്ചു, അതൊക്കെ ഓക്കെ. പക്ഷെ നീ കഥ പറഞ്ഞത് എനിക്ക് പേടിയാണ്. നിനക്ക് മൈക്ക് ക്ലൈമാക്സ് അപ്പൊ ഇതൊരു ത്രില്ലർ ജോണർ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ട് അതിനകത്ത്. തമാശയുണ്ട്, കാര്യമുണ്ട്, ഡാൻസ് ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, പാട്ടുണ്ട്. അങ്ങനെ ഒരു മിക്സഡ് വേർഷൻ, ഒരു പക്ക എൻ്റർടൈനർ എന്ന് പറയുന്ന ജോണറിലുള്ളൊരു സിനിമയാണ്. ആദ്യം തൊട്ട് അവസാനം വരെ 2 മണിക്കൂർ ലെങ്ത് ഉള്ളൊരു സിനിമ. ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് വളരെ രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരു സിനിമ. ഒരു പ്രേക്ഷകൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കൂടുതൽ തള്ളി മറിക്കണമെന്നില്ല, അത് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഞങ്ങളെല്ലാവരും അതുപോലെ പണിയെടുത്തിട്ടുണ്ട്. ഇനി മൈക്ക് ഞാൻ അർജുന അശോകൻ വെച്ചു. ഹലോ, എല്ലാവരും കണ്ടതിൽ ഒരു സന്തോഷമുണ്ട്. കുറച്ചുകൂടുത്ത് ഇപ്പോൾ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ പ്രൊമോഷൻ നമ്മൾ ഓൾറെഡി കുറച്ച് ചെയ്താണ്. അപ്പോൾ അതിൻ്റെ പ്രസ് മീറ്റും ബാക്കി ഓൺലൈൻ ഡിജിറ്റൽ മീഡിയ പ്രൊമോഷനായിട്ട് ഇന്ന് ചെയ്യാണ്. അപ്പോൾ നാദർഷിക്കയും റാഫിക്കയും ഒരുമിച്ച് ചെയ്യുന്ന ആദ്യത്തെ മലയാള പടം എന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ, പക്ഷേ സിനിമ. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റിയ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ചെറുപ്പം തൊട്ട് ഇവരെ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ അച്ഛൻ ഇവരുടെ കൂടെ കുറേ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഇവരൊരു പടം ചെയ്യുമ്പോൾ അതിലൊരു ഭാഗം വിളിക്കുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു പടം ചെയ്യുമ്പോഴും. ഇപ്പം അത് റിലീസിന് ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന മെയ് 31 പടം റിലീസാകുകയാണ്. ഇപ്പോൾ തിയേറ്ററിൽ എല്ലാവരും തന്നെ പോയി കാണണം, എന്നിട്ട് അതിൻ്റെ റിവ്യൂസ് അറിയിക്കണം. താങ്ക് യു. ഇനി ശരിക്കും നായകൻ കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാനും അതേപോലെ വാപ്സിൻ്റെയും നാഷിഖാൻ്റെയൊക്കെ സിനിമകളും പരിപാടിയൊക്കെ കണ്ടിട്ട് തന്നെയാണ് വളർന്നത്. അപ്പം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇങ്ങനെ പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചതൊന്നുമല്ല, എന്നാലും അത്ര പെട്ടെന്നുമല്ല. എന്നാലും ഇപ്പോൾ നല്ലൊരു സമയത്ത് ആണ് ഇപ്പോൾ റിലീസ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പടം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എല്ലാം വളരെ ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്, ചില ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റും എല്ലാവരും. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് വിശ്വാസം. അപ്പോൾ എന്തായാലും 31 പടം ഇറങ്ങുമ്പോൾ എല്ലാവരും കാണണം. താങ്ക് യു. ദേവിക നായിക. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇത്രയും എഫേർട്ട് എടുത്ത് ഇവിടെ വന്നതിന് ഒരുപാട് താങ്ക് യു. ഈ പറഞ്ഞ സെയിം സ്റ്റോറി തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ പറയുമ്പോൾ അത് സത്യമാണ്. അല്ല സത്യമായിട്ടും റാഫി സാറിന്റെ ഒക്കെ പടം, നാദർഷി സാറിന്റെ ആണെങ്കിലും ചെറുതാകുമ്പോൾ മുതൽ കണ്ടു വളർന്ന് ഒരുപാട് സിനിമ എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് തന്നെ ഇഷ്ടം തോന്നാൻ വേണ്ടിയുള്ള വൺ ഓഫ് ദ മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയിരുന്നു സാറിന്റെ ഒക്കെ പടം എന്ന് പറയുമ്പോൾ. അപ്പം ഞാനിപ്പോഴും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ന്യൂസ് കേട്ടപ്പോൾ മുതൽ എക്സൈറ്റഡ് ആയിരുന്നു. ഒന്നേ പറയാനുള്ളൂ, എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണാം, റിവ്യൂസ് പറയാ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്
സത്യസന്ധമായ റിവ്യൂസ് പറയാ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. മുബിൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത പടമാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.